രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച്, അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയെന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടി തവണ. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഒരിക്കലും ഞാൻ കരയുകയില്ല എന്നൊക്കെ പറഞ്ഞ് ചാനലിന് മുമ്പിൽ വന്ന് വീരവാദം മുഴക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ മൈൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ലക്ഷ്മി അറക്കൽ തീർച്ചയായിട്ടും പൊട്ടി കരയുകയാണ്. എല്ലാവരും എന്നെ വെടി വെടി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ പൊട്ടി കരയുന്നത്. എന്തിനാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ ആ സ്ത്രീയെ വിളിക്കുന്നത്? എന്താണ് കാര്യം? നമുക്ക് ശ്രീലക്ഷ്മി ചേച്ചിയോട് തന്നെ ചോദിക്കാം. വാ. രാവിലെ നിങ്ങൾ അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഈ സമൂഹത്തിലാണ് പറയുന്നത്. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച്, അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയെന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടി തവടിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും 5 മണിക്ക് രാവിലെ എണീറ്റ് ട്യൂഷന് പോയതിനു ശേഷം വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാതെ മറ്റൊരു ട്യൂഷനൊക്കെ പോയി പഠിച്ച് വളരെ വലിയൊരു ജോലിയൊക്കെ വാങ്ങിയ ഒരാളാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ. എന്നിട്ടും ആൾക്കാർ അവരെ വെടി എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ ഇപ്പോൾ പൊട്ടി കരയുന്നത്. വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറക്കലിനെ മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുകയാണ്. പക്ക ഒരു ഫെമിനിസ്റ്റാണ്, അതുപോലെ തന്നെ പക്ക ഒരു പുരുഷ വിരോധിയുമാണ്. ഈ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യനെ വ്യാജ കേസിൽ കുടുക്കിയ ഷിംജിതയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എയറിൽ നിൽക്കുന്ന ഒരു താരമാണ്. ഒരു ഫ്രോഡ് ക്യാരക്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യത്തിൽ ജിംഷിത ചെയ്തതാണ് സത്യം, അത് തന്നെയാണ് ശരി. മരിച്ചിട്ടുണ്ടെങ്കിൽ ദീപക് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യാപകമായ രീതിയിൽ ഇന്റർവ്യൂവിലും അല്ലാതെയും എല്ലാം പക്കയായിട്ട് സംസാരിച്ച ഒരാളാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നാൽ ഇപ്പോൾ അവർ വന്ന് പറയുകയാണ് എല്ലാവരും എന്നെ വെടി എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ സ്ത്രീ പറയുകയാണ് മറ്റൊരു ഇന്റർവ്യൂവിൽ, അത് കേട്ടാൽ തന്നെ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ വേണ്ടി തോന്നുകയില്ല. നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അതായത് ഞാനിപ്പോ എനിക്കൊരു ഒരാളിനോട് ക്രഷ് തോന്നി. ഞാൻ എന്ത് ചെയ്തു? എന്താ പറയാ, ഞാൻ അവനുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാർ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാർ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. എത്ര ലാഘവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യാഭർത്താക്കന്മാരായി നമ്മളൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ലൈംഗിക ബന്ധത്തിലെല്ലാം ഏർപ്പെടുന്നത്. പക്ഷെ ആ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഇപ്പോൾ 10 പേരിൽ താഴെ മാത്രമേ ആളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ, അതിനാണ് എല്ലാവരും കൂടി എന്നെ വെടി എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം ഇത്രയ്ക്കും വൃത്തികെട്ട സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുള്ള കാലത്തോളം നമ്മുടെ സമൂഹത്തിന് എന്ത് നല്ല മെസ്സേജാണ് അവർ പാസ് ചെയ്യുന്നത് എന്ന് നോക്കണം. അവർ വലിയ പുരോഗമനവാദികളാണ്. അവർക്ക് ഈ 10 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഒരു സംഖ്യയാണ്. അവരുടെ കൂട്ടുകാരികൾ പോലും അവരെ കളിയാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ 10ൽ താഴെ ആൾക്കാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാണോ നിങ്ങൾ അവരെ വെടി എന്ന് വിളിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ കണ്ണിൽ അതൊക്കെ വളരെ ചെറിയ ഒരു സംഖ്യയാണ്. എനിക്ക് ഈ ശ്രീലക്ഷ്മി അറക്കൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഒരു പേര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഇവിടെ നിന്നൊന്നും ഒതുങ്ങേണ്ട ഒരാളല്ല, നിങ്ങൾ എവിടെയോ എത്തിപ്പെടേണ്ട ഒരാളാണ്. ഇനി ബാക്കി ഭാഗം വരുന്ന ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കൂടി കേട്ടാൽ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് അതുകൂടി കേൾക്കാം. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ഇവർ പറയും, എടി നിനക്ക് 10 പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പ് ഇല്ല, എന്നിട്ടാണോ നീ ഈ പേര് അതിനകത്ത് തന്നെ എന്താ പറയാ ഒരു തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ടുകളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ടുകളഞ്ഞ കേസുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പയ്യനായിട്ട് വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ഭയങ്കര ആ സെക്സ് വളർന്നു പിന്നെ പ്രേമമായി, അങ്ങനെ ഭയങ്കര പ്രേമമായി പോയി. അത് കുറെ കൊല്ലം കണ്ടിന്യൂ ചെയ്തു. പ്രണയം എന്ന് പറഞ്ഞാല് കണ്ടു, ഒന്ന് സംസാരിക്കാൻ കൊതിച്ചു,
ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞത് അത് ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. കണ്ടു, സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കും പ്രണയം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതെ, കാലഘട്ടം നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പുറകിലേക്കാണ് പോകുന്നത്. ആൾക്കാർക്ക് ഫ്രീഡം ആയിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താണോ അവിടെയാണ് ആ ഫ്രീഡം ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചെറിയ കുട്ടികൾ പ്രഗ്നന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്സിന് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത്, സെക്സിന് വാല്യൂ അത് പറഞ്ഞാൽ എന്റെ വാല്യൂ അല്ല നിങ്ങളുടെ. ഇപ്പൊ എന്റെ വാല്യൂ എന്ന് പറയുന്നില്ല, ഇപ്പൊ സെക്സിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ അത് സൈക്കോളജിപരമായിട്ട് നമ്മളൊരു 4 പേരായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വികാരവും ഇതിന്റെ ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ കൊടുക്കണം കറക്റ്റ് ആയിട്ട് റഫറൻസ്. എനിക്കത് തോന്നിയിട്ടില്ല, എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 4-5 പേരുമായിട്ട് സെക്സ് ചെയ്തിട്ട് അടുത്തവരായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്സ് അതിനുശേഷം ഫിക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞാൻ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി കളയലാണ് പതിവ്. അതിൽ ഒരു റിലേഷൻ മാത്രമാണ് കുറച്ചെങ്കിലും നീണ്ടുപോയത് എന്ന് ആ സ്ത്രീ പറയുകയാണ്. അവർക്ക് ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആധുനിക ലോകത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി കഴിയണം, നിങ്ങളിപ്പോഴും പഴയ ചിന്താഗതിയുമായിട്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അവതാരകൻ ചോദിക്കുന്നു, 8 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഗർഭിണിയായി പോകുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിൽ സജീവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ബബ്ബ അടിക്കുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൽ കൂടി പല ആൾക്കാരും ഇതൊക്കെ സാധാരണവൽക്കരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ തുനിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റുകയില്ല. ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അവരുടെ സുഹൃത്തുക്കൾ പോലും ഇവരെ കളിയാക്കുകയാണ്. നീ 10 ആൾ പോലും ഇതുവരെ നിനക്കായിട്ടില്ല, അതിനാണോ നിന്നെ വെടിയെന്ന് വിളിക്കുന്നത് എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പോലും ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളുടെ ഒരു സ്റ്റേജ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവരെല്ലാം ഹൈ ആണ്. ഈ 10ഉം 20ഉം അല്ല, അതിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് ഇവരുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ 10 പോലും ആകാത്ത നിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിച്ച് ശ്രീലക്ഷ്മി അറയ്ക്കൽ പൊട്ടിക്കരയുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? കേരള സമൂഹത്തിൽ ഇത്തരത്തിൽപ്പെട്ട വീഡിയോകൾക്കൊക്കെ എന്ത് പ്രാധാന്യമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതൊരു ഇൻഫർമേഷനാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം. ഇവരാണ് നവോത്ഥാന നായിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹം കേൾക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിച്ച് പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തീർച്ചയായിട്ടും ആരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ തീർച്ചയായും വീട്ടിലുള്ള അച്ഛനും അമ്മയും എല്ലാം കേട്ടാൽ അവർക്ക് സങ്കടമാവില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ ഈ കുട്ടി അവരുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോൾ എന്താണ് ഇവരുടെ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് അതുകൂടി കേൾക്കാം. ഒരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. അത് കുറേ വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് 10, 12, 20 ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അമ്മയും മകളും മാത്രമുള്ള വീടുകളിൽ പോയിട്ട് പെണ്ണുങ്ങളെ കണ്ടുപിടിച്ച് അങ്ങനെ സ്ത്രീധനം കൊടുക്കാനില്ലാത്ത ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് അവിടെ നിന്നുള്ള സ്വത്ത് ഉള്ള പണം ഒക്കെ അടിച്ചു മാറ്റി ചിലപ്പോൾ വേണമെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ ബോംബെ കൊണ്ടുപോയി വിൽക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അയാൾക്ക്. അച്ഛനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശക്കാരാണ്. അതായത് ചിലപ്പോൾ അവരെ ഒരു സഹതാപം കിട്ടത്തില്ല നമുക്ക്. ആ സഹതാപം ഒന്നും എനിക്ക് വേണ്ട. അയ്യോ പാവം. ചില ടീച്ചേഴ്സൊക്കെ സോറിയൊക്കെ പറയും, സോറി. ശബരിമല പോയിട്ട് ഇത് കാണാനാണ് ആൾക്കാരൊക്കെ വരുന്നത്. കുറെ ക്യൂ ഒക്കെ നിന്നിട്ട് അവിടെ പോയിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ച ഇതെന്തിനാ ഇവിടെ ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ഒരു ആണുങ്ങളുള്ള ഒരു സെറ്റപ്പ് എനിക്കൊരു കംഫർട്ടില്ല. കാരണം അവിടെ ഒരു ആധിപത്യം ഉണ്ടാവും. നമ്മൾ മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ സൗണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം. ആണുങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടുത്തെ മൊത്തം ഒന്ന് മാറി ഒരു ഓർഡർ ആവും. അപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട് നിങ്ങൾ കേട്ടില്ലേ? അച്ഛൻ്റെ പരിപാടിയും ഇത് തന്നെയാണ്. സ്ത്രീകളെ പിടിക്കുന്നു, കല്യാണം കഴിക്കുന്നു, സ്ത്രീധനം വാങ്ങുന്നു, ആവശ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ ബോംബെ കൊണ്ട് വിൽക്കുന്നു. ഇതൊക്കെയാണ് ഇയാളുടെ അച്ഛൻ്റെ ഒരു സവിശേഷ ചേഷ്ടകൾ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ചേച്ചി നന്നായി വരിക എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ചേച്ചി ഇത്രേ ആയുള്ളൂ എന്ന് പറയുന്നതിൽ തന്നെ തീർച്ചയായിട്ടും വലിയ അതിശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ തന്നെ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സെക്ഷൽ കോൺടാക്റ്റ് 10ലൊന്നും നിർത്താൻ വേണ്ടി പാടില്ല. നിങ്ങളൊരു 300, 400, 500 ഒക്കെ അടിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഗിന്നസ് ബുക്കിലേക്ക് ഒരു പേര് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഇതിൻ്റെ രേഖകളെല്ലാം അയച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും താങ്കളുടെ പേര് ഒരു ഗിന്നസ് ബുക്കിൽ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവരാണ് നവോത്ഥാനം പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളുടെ അവസാനം പറഞ്ഞ ഡയലോഗ് കൂടി നിങ്ങൾ കേട്ട് കാണും. മനസ്സിൽ ഭക്തിയും അതുപോലെ തന്നെ സ്നേഹവും ആരാധനയുമുള്ള ആൾക്കാർ മാത്രമേ ഈ ശബരിമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ട്, അവർക്കൊരു ദിവ്യ ചൈതന്യമൊക്കെ കിട്ടും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ ശബരിമലയിൽ പോയിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണ്? അവിടെയൊക്കെ എത്ര മോശകരമായിട്ടാണ് ആ സ്ത്രീ അതിനെ പരാമർശിക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും നല്ല ഹൈന്ദവ വിശ്വാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയൊക്കെ പക്കതായ നല്ല തക്ക മറുപടി തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. കാരണം ആരാധനാമൂർത്തി അവിടെ വെച്ചുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് അതിനെയും മോശകരമായിട്ട് വളരെ നിസാരവൽക്കരിച്ചാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് എന്ന് കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്കത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവരെ പോലുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ എത്ര നല്ല നവോത്ഥാന നായികന്മാരും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലാകട്ടെ സിനിമാ മേഖലയിലാകട്ടെ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്.
അവരെ ഒന്നും വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കാതെ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് എന്ത് ഗുണമാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കും എല്ലാം കിട്ടാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചിട്ട് ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.